ഫോട്ടോ ഉടച്ചതുകൊണ്ട് മാത്രമായില്ല. ശരിയാ, 3 പേരും കുടിയേറിയിരിക്കുന്നത് അവളുടെ മനസ്സിലല്ലേ? നേരെ ഒന്ന് പുലർന്നോട്ടെ. அவளை ഞാൻ இது ஏன் லைஃப்? எனக்கு பணமும் புகழும் பெருசில்ல. இல்லாண்டி இனி என்ன தொந்தரவு பண்ணாதீங்க. நானும் ஒரு பெண், எனக்கு ஒரு வாழ்க்கை வேணும். ஆமா, இதுதான் என் முடிவு. നമ്മള് മുടിഞ്ഞു പൊട്ടേന്നാണ് അവള് പറയണേ. അല്ലടി, മുടിവെന്ന് പറഞ്ഞ തീരുമാനം എന്നർത്ഥം. അപ്പൊ അവളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മയെ വിളിച്ചറിയിക്കുക. ஐயோ, ஓகே. ஹாய், வாங்க வாங்க. எத்தனை நாளாச்சு உங்களை எல்லாரும் பார்த்து? என்ன கோவமா? உங்க கோவத்துக்கு காரணம் என்னன்னு எனக்கு தெரியும். சாரி. അപ്പൊ യമുന റാണി എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മ സമ്മതിക്കണില്ലല്ലേ? ഒരമ്മമാരെ സമ്മതിക്കൂല. ஓ, நான் டெலிபோன்ல பேசினது அது என் சொந்த விஷயம். അത് നിങ്ങളുടെ മാത്രം വിഷയമല്ല, ഞങ്ങളെ കൂടി ബാധിക്കുന്നതാ. ஓ, நான் உங்களை எல்லாம் மறந்துட்டேன்னு நினைச்சீங்களா? சாரி, நான் ரொம்ப பிஸியா இருந்தேன், அதனாலதான் பார்க்க முடியல. ஆமா, நீங்க ஏன் இந்த பக்கம் வரவே இல்ல? ഞങ്ങള് വരുന്നില്ലെങ്കിൽ എന്താ, വരേണ്ടവര് വരുന്നുണ്ടല്ലോ. இல்ல, நீங்க என்னென்னமோ மறைக்கிறீங்க. யூ சப்ரசிங் சம்திங். നോ, ഞങ്ങളല്ല, നിങ്ങളാ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കെട്ടിപ്പിടിക്കുന്നേ. യു പ്രസിംഗ് മൈ ഹസ്ബൻഡ്സ്. വേണ്ട, ചിരിക്കണ്ട. ഞങ്ങളുടെ ചങ്ക വേവണത്. കൂൾ ഡൗൺ. உங்களுக்கு என்ன ப்ராப்ளம்? வாங்க உட்கார்ந்து பேசலாம். വേണ്ട, ഞങ്ങൾ ഇരിക്കുന്നില്ല. ഞങ്ങൾ യമുന റാണിയോട് ഒരു കടം ചോദിക്കാനാ വന്നത്. அவ்வளவுதானா? கேளுங்களே, நான் என்ன வேணும்னாலும் தரேன். I like you all so much. മതി, ഞങ്ങളെ സ്നേഹിച്ചൊക്കെ മതി. ഞങ്ങള് പാവങ്ങളാ. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഇനി വിട്ടു തരണം. നിങ്ങളുടെ ഭർത്താക്കന്മാരാ? അല്ലെന്ന് തോന്നുന്നുണ്ടോ? എന്റെ കൃഷ്ണന്റെ പോക്കറ്റില് നിങ്ങളുടെ വളപ്പൊട്ടുകൾ എങ്ങനെ വന്നു? എന്റെ ഗോപേട്ടൻ ചെരുപ്പ് സാരിയും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാറില്ലേ? നിങ്ങൾ തമ്മിൽ ലവ് ഓഫേഴ്സ് അല്ലേ? എന്റെ നന്ദേട്ടന്റെ 5 കുട്ടികളെ പ്രസവിച്ചോളാം ഞാൻ. അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ തോന്നിയല്ലോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് സ്നേഹിക്കാൻ മമ്മൂട്ടിനെയും മോഹൻലാലിനെയും കമലഹാസനെയും ഒക്കെ കിട്ടും. പാവപ്പെട്ട ഞങ്ങളുടെ ആണുങ്ങളെ നിങ്ങൾക്ക് എന്തിനാ? അവരെ ഞങ്ങൾക്ക് വിട്ടു തന്നേക്ക്. ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത്. ஒரு மன நிம்மதிக்காக தான் களங்கம் இல்லாத உங்களோட எல்லாம் ஃப்ரீயா பழகினேன். உங்க மனைவிங்க ரொம்ப அப்பாவிங்க, புவர் லேடிஸ். உலகத்துல என்ன நடக்குதுன்னு அவங்களுக்கு தெரியாது. அவங்க மனசுல நீங்களும் உங்க குழந்தைங்களும் மட்டும்தான். அவங்கள மனைவிகளை கழிச்சதுக்கு நீங்களா கொடுத்து வச்சிருக்கணும். இன்னைக்கு உங்க மனைவிங்க இங்க வந்திருந்தாங்க. அப்பப்பா என்ன திட்டி நொறுக்குனாங்க. நீங்க எல்லாம் என் கூட பழகுறதுல ரொம்ப சந்தேகப்படுறாங்க. മനസ്സിലായില്ലേ? உங்களுக்கும் எனக்கும் ஏதோ தப்பான உங்களெல்லாம் என் சொந்த பிரதர்ஸ் மாதிரி தான் நினைச்சிட்டு இருக்கேன். அவங்கள மாத்த முடியாது. இனிமே நீங்க என்ன பார்க்க வரக்கூடாது. உங்களெல்லாம் நான் மறக்கவே மாட்டேன். உங்களுக்கு எப்படி நன்றி சொல்றதுன்னு எனக்கு தெரியல. தேங்க்ஸ். இதுதான் நம்ம கடைசி சந்திப்பு. எஸ், ലാസ്റ്റ് മീറ്റിംഗ്. ഇന്ന് നിന്റെ അവസാനടി. ഈ നന്ദകുമാർ ആരാണെന്ന് കാണിച്ചു തരാം. യമുന റാണിയോട് സങ്കടം പറയാൻ പോയിരിക്കുന്നു. നിന്നെ അടക്കാനൊക്കെ ഒന്ന് ഞാൻ നോക്കട്ടെടി. യമുന റാണിയെ തിട്ടി നുറുക്കിനോങ്ക് രമ്പ സന്ദേഹം. നിന്റെ സന്ദേഹം ഞാൻ തീർത്തു തരാമടി. കൊണ്ട് നടന്നതും നീയേ ചാപ്പ, കൊണ്ട് കൊല്ലിച്ചതും നീയേ ചാപ്പ. അനുഭവിച്ചോ? അന്തസ്സും മാപജാത്തിയുള്ള ഒരു കലാകാരുടെ മുമ്പില് ഭദ്രകാളി ഉറഞ്ഞു കൊള്ളാൻ പോയിരിക്കണു. നാണം കെടുത്തില്ലേ? നീ ആരാന്നടി നിന്റെ ഭാവം? മിണ്ടിപ്പോവരുത്. പട്ടികളെ പോലെ മക്കളെ പെറ്റുകൂട്ടാൻ ആരാടി നിന്നോട് പറഞ്ഞത്? നീ യമുന റാണിയോട് എന്തടി പറഞ്ഞു? ഞാൻ ചോദിച്ചാണ് കുറ്റം. നിങ്ങൾ കാണിച്ച തെറ്റല്ലേ? എന്താടി തെറ്റ്? യമുന റാണിയോട് ചേർന്നതില്ല എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി ഫോട്ടോ എടുപ്പിച്ചു. മുടി കറുപ്പിച്ച് സുന്ദരക്കുട്ടപ്പനാക്കി അഭിനയിക്കാൻ വിട്ടു. കയ്യിലൊരു ബൊക്കം വാങ്ങി തന്ന് പണം കടം ചോദിക്കാൻ പറഞ്ഞു വിട്ടു. എല്ലാം ചെയ്യിച്ചത് നീയല്ലേ എരപ്പേ? ഇപ്പൊ കുറ്റമൊക്കെ എന്റെ തലയിലായോ? അതേടി,
ഭർത്താവ് ഒരു അന്യ സ്ത്രീയുമായി ഇടപഴകുമ്പോൾ അവളെ സ്പർശിക്കുന്നുണ്ടോ, അഥവാ സ്പർശിക്കുന്നുണ്ടെങ്കിൽ തന്നെ എവിടെയൊക്കെ സ്പർശിക്കുന്നു, അത് എത്ര നേരം നീണ്ടു നിൽക്കാം, എപ്പോ നീക്കി മാറ്റാം, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഭാര്യയാ. എല്ലാത്തിനും പച്ചക്കൊടി കാണിച്ചിട്ട് ഇപ്പൊ എന്ന് വെച്ച് ലോഹിയാവണമെന്നുണ്ടോ? ലോഹിയാവും. ഞാനൊരു പുരുഷനാടി. 10 പവനും തന്ന് ഈ മരമോന്ത എന്റെ തലയെ കെട്ടിവെച്ചില്ലടി നിന്റെ തന്തപ്പടി പിശിക്കം പീതാംബരൻ. എന്റെ അച്ഛനെ പറയരുത്. പറയൂടി, 4ാം ക്ലാസ് വരെ അലവലാതെ വേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. അച്ഛൻ കേക്കട്ടെ. നാട്ടും പുറത്തു തരി മതി മതിയല്ലോ. ഞാൻ മുനിയൊന്നുമല്ല. അല്ല, മുനിമാർക്കും പറ്റും. മേനെ ഉത്സാഹിച്ച് മേനിയൊന്ന് കുലുക്കിയപ്പോ വിശ്വാമത്തിന്റെ തപസ് പൊളിഞ്ഞില്ലടി. പുരുഷന്മാരൊക്കെ അല്പം വീക്കായിരിക്കും. അവസരം കിട്ടിയ അവര് കക്കും. എനിക്കറിയാം. ഐ ഓൾസോ ഹാവ്. നിർത്തടി നിന്റെ മുടിഞ്ഞ ഇംഗ്ലീഷ്. ഇനി ഇംഗ്ലീഷ് പറയോ? വാങ്ങടി, വാങ്ങിത്തോല. നിന്നെ പോലുള്ള അല്പജ്ഞാനികൾ ജീവിച്ചിരിക്കാൻ പാടില്ലടി. ഞാൻ നല്ല ഭാഷ നിന്നെ കൊണ്ട് ജയിലിൽ പോടി. ഓടി ബ്രിട്ടീഷുകാരി. എവിടെന്ന് വെച്ചാ പോയി തൊല പോ. എടി കണ്ണു പൊട്ടി. എന്നെ ചായപ്പിക്കടത്ത് കൊതുകടി വിളിച്ചില്ലേ, നീ അനുഭവിക്കടി അനുഭവിക്കടി. നിന്റെ ഭരണം എന്നത്തോടെ അവസാനിപ്പിക്കടി. നിന്നെ എനിക്ക് വേണ്ട. പുകഞ്ഞ കൊള്ളി പുറത്ത് പോയി പറയടി നിന്റെ തന്തയോട് കേസ് കൊടുക്കാൻ. ആനന്ദം, എടുത്തി. என்ன நான் பாட்டுக்கு பேசிக்கிட்டே இருக்கேன், பதில் எதுவும் பேசாம இருந்தா என்ன அர்த்தம்? ஆசைக்கு ஒரு அளவு இருக்கு. நான் ஆசைப்பட்டதை விட கடவுள் எனக்கு அதிகமாவே கொடுத்திருக்காரு. போதும். இன்னைக்கு நீ ஒரு சினிமா நடிகை இல்லாம இருந்திருந்தா, ஆஃப்டர் ஆல் ஒரு டாக்டராவோ என்ஜினியராவோ டீச்சராவோ போயிருந்திருப்ப. நான் தான் உன்னை நடிகை ஆக்கினேன். இன்னைக்கு நீ தன்னகத்திலே ஒரு பெரிய சூப்பர் ஸ்டார். உன்னோட டேட்ஸ்க்காக ஒவ்வொருத்தரும் கியூல நின்னுகிட்டு இருக்கான். இந்த பணம் புகழ் இதெல்லாம் எப்படி வந்துச்சு? உன்னோட டேலண்ட்னால மட்டும் இல்ல, என்னோட முயற்சினாலையும் கூட. எவ்வளவு தடவை இதெல்லாம் சொல்லிருக்கீங்க. உங்களுக்காக தான் இவ்வளவு நாளும். இனிமே என்னடி, அந்த ப்ரொடியூசர் யோகேஸ்வர் உனக்கு 75 லட்சம் ரூபாய் சம்பளமும் தமிழ் ரைட்ஸும் நமக்கு கொடுத்திருக்காரு. பணம் பணம் பணம். உங்களுக்கு இப்போ பணம் வெறி பிடிச்சிருக்கு. 75 லட்சம் என்ன, 75 கோடி கிடைச்சா எப்படி வேணாலும் ஆக்ட் பண்ணலாமா? இதுதான் உங்க பாசமா? அந்த கதை படிச்சிருப்பீங்களே, கல்ச்சர் இல்லாத ஒரு கிராமத்துல மழை பெய்யறதுக்காக ஒரு ஆதிவாசி பொண்ண அநாகரிகமா உடையாட இல்லாம ஊர் ஜனங்க மத்தியில காளிக்கு பலி கொடுக்கறாங்களா? அது கேவலமா இல்ல? ஏன் இதுக்கு முன்னாடி நீ செக்ஸி ஆக்ட் பண்ணது இல்லையா? அந்த மாதிரி அது அந்த ஆதிவாசி பொண்ண நான் நடிக்கணும்ல. சினிமாவில அந்த கேரக்டரை பார்த்து ஜனங்க கண்ணீர் விடுவாங்க. ஆனா அந்த பொண்ணாக நடிச்ச யமுனா ராணிய காரி துப்புவாங்க. போதும் ஆண்டி, அந்த படம் எனக்கு வேண்டாம். இன்னைக்கு எனக்குன்னு ஒரு இமேஜ் இருக்கு, ரசிகர்கள் இருக்காங்க. அவங்கள என்னால ஏமாத்த முடியாது. அந்த ரோலை நான் ஆக்ட் பண்ண மாட்டேன். நல்ல மனைவியா, நல்ல தங்கையா, நல்ல தாயா, எவ்வளவு ரோல்ஸ் ஆக்ட் பண்ணிருக்கேன். ரியல் லைஃப்ல அந்த மாதிரி ஒரு ரோல், அதுதான் நான் ஆசைப்படுறேன். எனக்கு அது போதும். இனிமே என்ன கம்பல் பண்ணாதீங்க. தயவு செஞ்சு என்ன விட்டுடுங்க ப்ளீஸ். ராணி, இந்த சந்தானவள்ளி யாருன்னு உனக்கு நல்லாவே தெரியும். நான் நினைச்சதை செய்வேன், செய்யவும் வைப்பேன். அந்த படத்துக்காக 25 லட்சம் ரூபாய் நான் அட்வான்ஸா வாங்கிட்டேன். நீ யோகேஸ்வர் படத்தில் நடிக்கிற, நாளைக்கு அக்ரிமெண்ட்ல சைன் பண்ற. யாரது? ഞങ്ങള് രാവിലെ മുതൽ ഇതിനകത്ത് ഒളിച്ചിരിക്കുക. യമുനാറാണി ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ഇവിടെയുള്ള കാര്യം വീട്ടുകാർക്കൊന്നും അറിയില്ല. എന്നാச்சு? എന്റെ ഏട്ടന്മാരെക്കാൾ കൂടുതൽ യമുനാറാണി എനിക്കറിയാം. ആ നല്ല മനസ്സിനെ കുറിച്ച് സിനിമാവാരികൾ ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രം ഭൂമിയിലെ ഞങ്ങൾക്കൊരു സഹായം ചെയ്തു തരൂ. എന്നാ വേണം? ഞങ്ങളെ രക്ഷിക്കണം. സ്നേഹത്തിലാണെന്ന് അറിയാലോ. ഇപ്പൊ ഞങ്ങളുടെ വീടൊരു യുദ്ധക്കളാ. ആർക്കും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ബന്ധം ഒരിക്കലും അവർ അംഗീകരിക്കില്ല.
ഇതല്ലാതെ മറ്റൊരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാനും ആവില്ല. ഞങ്ങൾക്കൊരു ജീവിതം തരാൻ സന്മനസ്സുണ്ടാവണം. യമുന റാണി പോകുമ്പോ ഞങ്ങളും കൂടി വരട്ടെ മദ്രാസിലേക്ക്. എന്തെങ്കിലും ഒരു ജോലി. ചേച്ചി ഒരു വാക്ക് പറഞ്ഞാ മതി ഞങ്ങൾക്കൊരു ജീവിതം കിട്ടാൻ. ഞാനും ചന്ദ്രവും ലവ് ബേർഡ്സ്. காதல் ஜோடியா நான் நிறைய நடிச்சிருக்கேன். ஆனா உண்மையான காதலை பார்க்கும்போது ரொம்ப சந்தோஷமா இருக்கு. பட் ஐம் சாரி, என் லைஃபே பிரச்சனையா இருக்கு. என்னையே என்னால காப்பாத்திக்க முடியல. உங்களை கடவுள் காப்பாத்துவார். நீங்க நல்லா இருக்கணும். എന്താ എന്താ അറിഞ്ഞില്ലേ? യമുന റാണി വിഷം കഴിച്ചു. നന്നായി, കണക്കായി പോയി. അവക്ക് അങ്ങനെ തന്നെ വരണം. കുടുംബവും കുട്ടികളുമായിട്ട് കഴിയുന്നവരുടെ കഞ്ഞി പാറ്റയിടാൻ വന്നോക്ക് പറക്കോട്ട് ഭഗവതി കൊടുത്ത ശിക്ഷയാ. എന്നാലും അവൾ എന്തിനാ ആത്മഹത്യ ചെയ്തത്? മനന്നൊന്ത് ചെയ്തതായിരിക്കും. നമ്മുടെ ആമ്പർന്നമാരെ കിട്ടാത്തതിലുള്ള പ്രേമ നൈരാശ്യം. കണ്ണിൽ ചോര ഉണ്ടോടി നിനക്കൊക്കെ? ആ പാവ അവിടെ മരിക്കാൻ കിടക്കുമ്പോഴും നിന്റെ ഒന്നും പകയും സംശയവും അടങ്ങില്ല അല്ലേ? ഓ, കാമുകിയെ കുറിച്ച് പറഞ്ഞപ്പോ തേല് കടിച്ച കൊരങ്ങനെ പോലെ ആയില്ല. ഏട്ടാ, ഇതുങ്ങളുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓണങ്കറ മൂലന്ന് കെട്ടിയെടുത്ത് പോയില്ലേ വിവരം കേട്ട വർഗം. നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം. ആഹാ പോവേ, ഈ പടി കടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാലത് കാണണമല്ലോ. ചേട്ടാ, ഇവളമാരിങ്ങനെ ചലിച്ചോണ്ടിരിക്കും. നമ്മൾ പോയില്ലെങ്കിൽ മര്യാദയടാ. പോണൊക്കെ കൊള്ളാം. തിരിച്ചു വരുമ്പോ ഞങ്ങളുടെ ജഡമായിരിക്കും കാണുക. കൊന്നുപോയി കാണാതിരുന്ന നന്ദികേട്. പോയാ ഈ പണ്ടാറങ്ങൾ തൂങ്ങിച്ചാവും. ശരിക്കും ചെകുത്താനും കടലിനും നടുവിലാണ് നമ്മള്. ഗോപാ കൃഷ്ണ, ഇനി എന്താണൊരു വഴി? 3 എണ്ണത്തിനെ തല്ലി കൊന്നിട്ട് അങ്ങോട്ട് ഇറങ്ങാം.